കാണാ കടലല മേലെ മോഹപ്പും കുരുവി പറന്നേ അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ കരകാണ കടലല മേലെ മോഹപ്പും കുരുവി പറന്നേ കരകാണ കടലല മേലെ. പ്രിയ സുഹൃത്തുക്കളെ, ഈ ഷിപ്പുമായി ബന്ധപ്പെട്ട ചില പൊതുവായ കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ വെറുതെ ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. മനസ്സിലാക്കുക. ഇതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുണ്ട്. ടാക്സ് ഫ്രീ സാധനങ്ങളാണ് ഇവിടുന്ന് വാങ്ങുന്നതെല്ലാം. വിലയുണ്ട്, ബ്രാൻഡഡ് ആയതുകൊണ്ട് നിസ്സാര വിലയ്ക്കൊന്നും ഒരു കാര്യങ്ങളും കിട്ടുകയില്ല. പിന്നെ ലൈസൻസ്ഡ് ആയിട്ടുള്ള കാസിനോസ് ഉണ്ട്. ഇത് നിയമപ്രകാരം ഓസ്ട്രേലിയയിൽ അലൗഡാണ്. ചൂതാട്ട കേന്ദ്രങ്ങളെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് പല കളികളിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റുകളാണ്. ഇതിൻ്റെ അപ്പർ ഡെക്കിലുള്ള റെസ്റ്റോറൻ്റാണ്. ഇവിടെ നിന്നെല്ലാം ഫുഡുകൾ നമുക്ക് ഫ്രീ ആണ്. മൊത്തം ഈ ഷിപ്പിൽ 10 റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സമയങ്ങളിൽ അവിടെ പോയി ഫുഡ് ഇഷ്ടമുള്ളതെടുത്ത് കഴിച്ചാൽ മാത്രം മതി. നമ്മളുടെ കൊടുത്തിരിക്കുന്ന ടിക്കറ്റ് ഫെയറിനകത്ത് ഫുഡും കൂടി ഇൻക്ലൂഡാണ്. മദ്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. എക്സ്മൗത്ത് പോർട്ടിൽ ചെന്നതിന് ശേഷം ഈ കപ്പൽ പുറംകടലിലാണ് നങ്കൂരം ഇട്ടിരിക്കുന്നത്. തീരത്തുനിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരമാണ്. അത് കടലിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ ആഴക്കുറവാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഷിപ്പിന് ഇത്ര അടുത്തേക്ക് പോകാൻ കഴിയില്ല. അത് പ്രോപ്പറായിട്ടുള്ള പോർട്ടിലോട്ടേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കപ്പലിൽ നിന്ന് ഈ പോർട്ടിൽ പുറത്തുനിന്ന് പോകേണ്ട ആൾക്കാരെ എല്ലാം ഈ ചെറിയ ബോട്ടുകളിൽ ട്രിപ്പ് അടിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. 850-900 ആൾക്കാരിന്ന് പുറത്ത് പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഞങ്ങൾ പുറത്ത് പോകുന്നില്ല. ഞാൻ നേരത്തെ പോയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് പുറത്ത് പോയില്ല.